ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹിഡൻ ലവ് എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 19 ആണ്. എപ്പിസോഡ് തുടങ്ങുന്നത് സൻഷിയുടെ ഫ്രണ്ടായ ആ കണ്ണാടി വെച്ച ആ ഫ്രണ്ടിനെ മറ്റു ഫ്രണ്ട്സ് എല്ലാം സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അവർ അവളോട് പറയുന്നുണ്ട്, നീ സീരിയസ് ആയി നിങ്ങിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനിക്കുക, നീ തീരുമാനിക്കാത്തിടത്തോളം അവൻ ഒന്നും നടക്കില്ല. അങ്ങനെയെല്ലാം അവർ രണ്ടുപേരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, നിനക്ക് മിങ്ങിനെ ഇഷ്ടമല്ലേ, അപ്പോൾ നീ അത് തുറന്നു പോയി. ഇനി വേറെ ആരെങ്കിലും അത് പറഞ്ഞ് അവനുമായി തെറ്റാകുമ്പോൾ നിനക്ക് വളരെയധികം വിഷമമുണ്ടാകും എന്നെല്ലാം പറഞ്ഞ് അവരെല്ലാവരും ഒരുമിച്ച് ഭക്ഷണമെല്ലാം കഴിക്കുന്നുണ്ട്. അതേസമയം ഡുവാൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സിഇഒക്ക് വളരെയധികം വയറുവേദന ആയത് കാരണം അവളുടെ ഹസ്ബൻഡ് അവളെ വിളിക്കുന്നുണ്ട്. നമുക്ക് പോയി കാണിക്കാം, നീ വാ എന്നെല്ലാം പറയുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, പിന്നെ ഇവിടെ ആരെൻ്റെ ജോലികളൊക്കെ ചെയ്യും? അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതൊക്കെ നമ്മൾ ഡുവാനില്ലേ, അവൻ നോക്കിക്കോളും, നീ കാണിക്കാൻ വാ എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഡുവാന് പറയുന്നുണ്ട്, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങളുടെ ജോലിയെല്ലാം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയിക്കോളൂ എന്നെല്ലാം പറയുമ്പോൾ സിഒ അതിനൊക്കെ സമ്മതിക്കുന്നുണ്ട്. പിന്നീട് സൻഷിയാണെങ്കിൽ ഇൻ്റർവ്യൂക്ക് പോകാനായി തയ്യാറായി എല്ലാ ഫയലുകളും എടുത്തു വെച്ച് ഫ്രണ്ട്സിനോട് ഒരുമിച്ച് സംസാരിക്കുകയാണ്. അതേസമയം സൻഷിയെ നേരെ ഞാൻ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നിന്റെ ഫ്ലൈറ്റ് എപ്പോഴാണ്, നീ എപ്പോഴാണ് വരുന്നത് എന്നെല്ലാം കേൾക്കുന്ന സൻഷി ഷോക്കായതുകൊണ്ട് സൻഷി പറയുന്നുണ്ട്, ഞാൻ അതിന് വരുന്നില്ലല്ലോ, ഞാനിവിടെ ഒരു ഇൻ്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്യാൻ പോവാണ്, ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി എന്നെല്ലാം കേൾക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഇതെല്ലാം നിൻ്റെ അഭിനയമല്ലേ, നിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ നിനക്ക് കറങ്ങാനല്ലേ എന്നെല്ലാം കേൾക്കുമ്പോൾ സൻഷി പറയുന്നുണ്ട്, അതൊന്നുമല്ല. അങ്ങനെ കേട്ട് ചൂടായ ഞാൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ അവൻ്റെ കൂടെ തന്നെ നിൽക്കും, ഞാനും നീയുമായി ഇനി ഒരു ബന്ധവുമില്ല എന്നെല്ലാം പറയുന്നു. വേഗം തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൻഷിയുടെ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്, നിന്റെ ചേട്ടൻ വളരെയധികം ദേഷ്യത്തിലാണല്ലോ. അങ്ങനെ സൻഷി നേരെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടേക്ക് വരുന്നുണ്ട് ഓഫീസിലേക്ക്. അവളെ കൂടെ തന്നെ ഒരു ബോയും വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഇങ്ങനെ സൻഷി ഇവളുടെ കീഴിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. സൻഷിയെ കണ്ട ഉടൻ ഈ സൻഷിയുടെ ബോസിന് ഒട്ടും ഇഷ്ടമാകുന്നില്ല സൻഷിയെ. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ചിയാങ്ങിൻ്റെ കൂടെ വന്നത് ഇതേ പെണ്ണായിരുന്നു. അന്ന് സൻഷി അവളോട് ദേഷ്യം പിടിച്ചതെല്ലാം കാരണം അവൾക്ക് സൻഷിയോട് ഒരുപാട് ദേഷ്യമുണ്ടായിരുന്നു. അങ്ങനെ അവൾ സൻഷിക്കാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള പണികളെല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ചായ പോയി ഉണ്ടാക്കി കൊടുക്കാനും പിന്നെ എല്ലാവരുടെ പ്രിൻ്റ് എടുക്കാനും എന്നെല്ലാം പറഞ്ഞ് സൻഷി ഒരുപാടിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ടായിരുന്നു അവൾ. അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് ഒരു സ്ഥലത്തിരുന്ന് സൻഷി നേരെ ഡുവാന് ഇന്നത്തെ കാര്യങ്ങളെല്ലാം മെസ്സേജ് അയച്ച് പറയുന്നുണ്ടായിരുന്നു. അതേസമയം ഡുവാൻ നേരെ സൻഷിയുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. സൻഷിക്ക് ഒരു ലെറ്ററും പിന്നെ ബൊക്കയും എല്ലാം ഗിഫ്റ്റായി ഡുവാൻ സൻഷിക്ക് കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ ഡുവാനും സൻഷി നേരെ ഭക്ഷണം കഴിക്കാനായി റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നുണ്ട്. ഡുവാൻ സൻഷിക്ക് ഒരു പിഗ്ഗിനെ ഗിഫ്റ്റായി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ഇനി ദേഷ്യം വന്നാൽ നീ അതിൻ്റെ മേലെ തീർത്താൽ മതി എന്നെല്ലാം പറയുമ്പോൾ സൻഷി പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് എങ്ങിനോടാണ് വളരെയധികം ദേഷ്യം എന്നെല്ലാം പറഞ്ഞ് സൻഷി ആ പിഗ്ഗിനെ എടുത്ത് അടിക്കുന്നുണ്ട്. അത് കാണുന്ന ഡുവാൻ പറയുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാൻ പിഗ്ഗിനെ വാങ്ങിത്തന്ന് മടുക്കുമല്ലോ എന്നെല്ലാം പറയുന്നുണ്ട്. പിറ്റേന്ന് സൻഷി ഓഫീസിലേക്ക് വരുന്നുണ്ട്. അന്നും അവൾക്ക് ഒരുപാട് കഷ്ടപ്പെടുത്തുന്ന ജോലിയെല്ലാം അവളുടെ മാഡമായ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡുവാൻ നേരെ സൻഷിയെ വിളിക്കുന്നുണ്ട്. ഡുവാനും വന്ന് ഒരുപാട് വോക്കുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം അവർ സംസാരിക്കുകയാണ്. ഇവിടെ സൻഷിയുടെ മാഡം വന്ന് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് ഒരുപാട് വോക്ക് തന്നിട്ടും നീ ഇവിടെ ഫോൺ ചെയ്തിരിക്കുകയാണല്ലേ. അങ്ങനെ സൻഷി ഉടനെ കട്ടാക്കുന്നുണ്ട്. പക്ഷെ അതിനിടെ ഡുവാൻ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിരുന്നു. സൻഷിയുടെ കൂടെ വന്ന ജോലി ചെയ്യുന്ന ചെക്കനാണെങ്കിൽ അവന് ജോലി ചെയ്യുന്നതിനുള്ള പ്രശംസയും എല്ലാം കിട്ടുന്നുണ്ട്. അങ്ങനെ അവനെ കൂട്ടി അവർ ഒരു ഭക്ഷണം കഴിക്കാനായി റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. അവൻ വന്ന് നേരെ സൻഷിയെ വിളിക്കുന്നതും സൻഷിക്ക് ഒരുപാട് ജോലിയുണ്ടെന്ന് പറഞ്ഞ് സൻഷി പോകുന്നില്ല. സമയം സൻഷിയുടെ ആ മാഡവും ഭക്ഷണമെല്ലാം കഴിക്കാനായി പോകുന്നുണ്ട്. എന്നിട്ട് സൻഷിയോട് പറയുന്നുണ്ട്, നീ ആ ജോലി മുഴുവനും എഴുതി തീർത്തതിന് ശേഷം മാത്രം നീ പോയാൽ മതി എന്നെല്ലാം പറയുന്നുണ്ട്. സൻഷിയാണെങ്കിൽ അത് ഉടനടി അനുസരിക്കുന്നുമുണ്ട്. അങ്ങനെ സൻഷി നേരെ ഭക്ഷണം കഴിച്ചപ്പോൾ അവിടുന്ന് പാഴ്സലാക്കി വാങ്ങി ഡുവാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. ഡുവാൻ കഴിച്ചില്ലല്ലോ എന്ന് ആലോചിച്ച് അങ്ങനെ ആ ഭക്ഷണമെല്ലാം കിട്ടിയതിന് ശേഷം ഡുവാൻ നേരെ ഫോട്ടോ എല്ലാം എടുത്ത് സൻഷിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അവൻ കഴിക്കുകയാണെന്നുള്ള മെസ്സേജും സൻഷിക്ക് അയക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ വർക്കെല്ലാം തീർത്തതിന് ശേഷം
ഡുവാനും സംശയും നേരെ ഒരുമിച്ച് കാണുന്നുണ്ട്. അവളാണെങ്കിൽ നേരെ ഓടിപ്പോയി ഡുവാനെ ഹഗ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതുവരെ ജോലി ചെയ്ത് ഞാൻ മടുത്തു, ഇപ്പോൾ ഞാൻ ഒന്ന് ഫ്രീ ആയി എന്നെല്ലാം പറയുന്നുണ്ട്. ഡുവാനാണെങ്കിൽ അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ഇതൊരു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അവരുടെ ഇടയിലുള്ള. അവർ രണ്ടുപേരും വേഗം തന്നെ തിരിച്ചു പോകുന്നുണ്ട്. കാരണം ഡുവാനും ജോബ് ചെയ്യാനുണ്ടായിരുന്നു, പിന്നെ സംശയ്ക്കും ഒരുപാട് ജോബ് ഉണ്ടായിരുന്നു. അത് കാരണം അവർ രണ്ടുപേരും അവിടെ നിന്ന് വേഗം പോകുന്നുമുണ്ട്. അങ്ങനെ സംശി വീട്ടിൽ പോയി അർദ്ധരാത്രി ആയിട്ട് പോലും അവൾ ഒരുപാട് ഇരുന്ന് വർക്ക് ചെയ്യുകയാണ്. കാരണം അവൾക്ക് ഒരുപാട് വർക്ക് കൊടുത്തിരുന്നു അവളുടെ മാഡം. വളരെയധികം കഷ്ടപ്പെടുത്തലായിരുന്നു. പക്ഷെ ഇത് ചെയ്യാതെ പോകാൻ പറ്റാത്തത് കാരണം ഉറക്ക് വരെ ഒഴിച്ച് സംശി അതിരുന്ന് ചെയ്യുന്നുണ്ട്. അതേസമയം ഡുവാൻ്റെ വർക്കെല്ലാം തീർത്തതിന് ശേഷം ഉറക്ക് വന്ന ഡുവാൻ ഓഫീസിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. എന്നിട്ട് വേഗം മാപ്പ് എടുത്തതിന് ശേഷം പിന്നെയും എണീച്ച് വർക്ക് ചെയ്യാനെല്ലാം പോകുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് സംശിയെ ഓഫീസിൽ കൊണ്ടാക്കാനായി നേരെ ഡുവാൻ അവളെ വിളിക്കാനായി വരുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും നേരെ അവളുടെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് ഡുവാൻ സംശയ്ക്കായി കഴിക്കാനുള്ള ഭക്ഷണങ്ങളെല്ലാം വാങ്ങി കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ സംശയുടെ ഓഫീസിൽ എത്തിയപ്പോഴാണ് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കിസ് ചെയ്യുന്നത്. അതേ സമയമായിരുന്നു സംശയുടെ മേടം പോകുന്നത്. അതുപോയി അവർ കാണുന്നുണ്ട് അവർ രണ്ടുപേരും ഇത്ര ക്ലോസ് ആയി കിസ് ചെയ്യുന്നതെല്ലാം. അങ്ങനെ അവർ അത് നേരെ ജിയാങ്ങിനെ വിളിച്ച് പറയുന്നുണ്ട്, നിന്റെ ആ ഡുവാനില്ലേ, ഡുവാൻ ഇപ്പോൾ നമ്മൾ അന്ന് കണ്ടില്ലേ ആ പെണ്ണിനെ ഇട്ട് ഇപ്പോൾ ഡേറ്റ് ചെയ്യുകയാണെന്നാണ് തോന്നുന്നത്. അവൾ എൻ്റെ കീഴിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അവളാണെങ്കിൽ ഞാനിപ്പോൾ വരുമ്പോൾ ഡുവാനുമായി കിസ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത് എന്നെല്ലാം പറഞ്ഞിട്ട് അവൾ ഓക്കെ ആണോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ജിയാൻ കള്ളം പറയുന്നുണ്ട്, ഞാൻ ഓക്കെയാണ്, നീ വെച്ചോ എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ആ മേഡം വീണ്ടും സംശയ്ക്ക് ഒരുപാട് ജോലിയെല്ലാം കൊടുത്ത് പറഞ്ഞയക്കുന്നുണ്ട്. അത് കണ്ട് അവിടുത്തെ വേറെ ഒരു സ്റ്റാഫ് വന്ന് അവളോട് ചോദിക്കുന്നുണ്ട്, അവളൊരു കൊച്ചല്ലേ, നീ എന്തിനാ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തുന്നത്? അപ്പോൾ ആ മാഡം പറയുന്നുണ്ട്, അവൾ നിനക്കറിയില്ല, അവൾ ഒരാളെ ചതിച്ചതാണ്, അവൾ മറ്റുള്ളവരെ കാമുകരെ തട്ടിയെടുക്കുന്നതാണ് അവളുടെ പണി എന്നെല്ലാം സംശയെ ഒരുപാട് മോശമായി ചിത്രീകരിച്ച് പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചിയാൻ നേരെ ചിയാങ്ങിൻ്റെ ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നമുക്ക് എവിടെയെങ്കിലും പുറത്തു പോയാലോ? അപ്പോൾ ആ മാഡം പറയുന്നുണ്ട്, പറ്റില്ല, എനിക്കിന്ന് കമ്പനി ഡിന്നർ ഉള്ളതാണ്. അപ്പോൾ ജിയാങ്ങിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കാത്തിരുന്നൊരു ചാൻസ് കിട്ടിയല്ലോ. അങ്ങനെ എങ്ങനെയെങ്കിലും സംശയം അവിടെ വന്ന് കാണാനുള്ള ഉദ്ദേശത്തിലായിരുന്നു ജിയാങ് ഉണ്ടായിരുന്നത്. വൈകിട്ട് ആ പാർട്ടിയിൽ വന്ന സംശയ്ക്ക് ഒരുപാട് ബോറടി തോന്നുന്നുണ്ട്. അവളാണെങ്കിൽ നേരെ ഡുവാന് മെസ്സേജ് അയക്കുന്നതും ഡുവാൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിന്റെ ഹോസ്റ്റൽ ഇപ്പോൾ അടിക്കും എന്നെല്ലാം പറഞ്ഞ് പുറത്തിറങ്ങിയേക്ക് എന്നെല്ലാം പറയുമ്പോൾ സംശയ അത് തന്നെ എല്ലാവരോടും പറയുന്നുണ്ട്. അങ്ങനെ സംശയ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതും ദാ അവളുടെ മുമ്പിൽ ആ ജിയാങ് നിൽക്കുന്നു. അങ്ങനെ ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഹിഡൻ ലവ് എന്ന ഡ്രാമയിലെ 19th എപ്പിസോഡ് ഇവിടെ കഴിയുന്നത്.